സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമ പരാതികളിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. 7 പേർക്കെതിരെ പരാതി നൽകിയ നടിയുടെ ആലുവയിലെ ഫ്ളാറ്റിലെത്തി SIT മൊഴി രേഖപ്പെടുത്തുകയാണ്. അജിത ബീഗം, ജി പൂങ്കുഴലി എന്നീ വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുപ്പ്. അല്ല, അന്വേഷണം നടത്തുന്നുണ്ടല്ലേ. നമ്മുടെ SIT ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ SIT എല്ലാ അന്വേഷണവും തീർച്ചയായിട്ടും കറക്റ്റ് രീതിയിൽ ചെയ്യും. ഇപ്പോൾ നമ്മുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ അതൊന്നും പറയാൻ പറ്റത്തില്ല. കിട്ടിയിട്ടുള്ള കംപ്ലയിൻസിലെല്ലാം നല്ല രീതിയിൽ ഒരു അന്വേഷണം ഉണ്ടാവും. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് മോർണിംഗ് അർജുൻ മട്ടന്നൂർ. ആലുവയിലെ ഫ്ളാറ്റിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണ്. അതും ഏറ്റവും കൂടുതൽ പേരുടെ നേർക്ക് പരാതി ഉന്നയിച്ചിരിക്കുന്ന സ്ത്രീയാണവർ. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം, ഈ മൊഴിയെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതല്ലേ? തീർച്ചയായും സുജയ, അതായത് 7 പേർക്കെതിരെ 4 നടന്മാർ ഉൾപ്പെടെ 7 പേർക്കെതിരെ പരാതി നൽകിയ നടിയുടെ മൊഴിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു വിഭാഗം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും വനിതാ IPS ഉദ്യോഗസ്ഥരായ അജിത ബീഗം, ജി പൂങ്കുഴലി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ആലുവയിലെ ഫ്ളാറ്റിലെത്തി ഈ നടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നത്. ജയസൂര്യ, മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു എന്നിവരുൾപ്പെടെ 7 പേർക്കെതിരെയാണ് ഇവർ പരാതി നൽകിയത്. കഴിഞ്ഞ 16 വർഷത്തിനിടെ ഈ 7 പേരിൽ നിന്നും വിവിധ സമയങ്ങളിൽ ഇത്തരത്തിൽ ലൈംഗികാതിക്രമം നേരിട്ടു എന്നതാണ് പ്രധാനപ്പെട്ട ഇവരുടെ പരാതി. ഇത് കഴിഞ്ഞ ദിവസം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് രേഖാമൂലം പരാതിയായി തന്നെ നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഇവിടെ എത്തി മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ മറ്റുള്ളവരുടെ കാര്യത്തിൽ പരാതി ലഭിച്ചപ്പോൾ തന്നെ FIR രേഖപ്പെടുത്തുകയും അതിനുശേഷം അന്വേഷണം ആരംഭിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഈ നടിയുടെ കാര്യത്തിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം എത്തി വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്തിയ ശേഷം FIR ഇടാം എന്ന ഒരു നിലപാടിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോഴും FIR ഇടുന്ന നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം മാധ്യമങ്ങളോട് ഇക്കാര്യം വിശദീകരിക്കാമെന്ന് വനിതാ IPS ഉദ്യോഗസ്ഥർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 2008 ഈ നടനായ ജയസൂര്യക്കെതിരെയായ ആരോപണം ഉയരുന്നത്. അതായത് 2008 ഒരു സിനിമാ ചിത്രീകരണത്തിനിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ച് ഇത്തരത്തിൽ മോശമായി പെരുമാറിയെന്നതാണ് ഈ നടിയുടെ പ്രധാനപ്പെട്ട ആരോപണം. അതിനുശേഷം AMMA എന്ന സംഘടനയിൽ അംഗത്വം ലഭിക്കാൻ വേണ്ടി ഇടവേള ബാബുവിനെ ബന്ധപ്പെട്ടിരുന്നു. ഇടവേള ബാബു തന്റെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മുകേഷും സമാനമായ ആവശ്യവുമായി സമീപിക്കുകയും അത്തരത്തിൽ ലൈംഗിക ചൊവ്വയോടുകൂടി സംസാരിക്കുകയും ഫോണിലൂടെയും നേരിട്ടും ഇത്തരത്തിൽ മോശമായി പെരുമാറുകയും ചെയ്തു എന്നാണ് ഇവരുടെ മറ്റൊരു ആരോപണം. മണിയമ്പിള്ള രാജുവിനൊപ്പം മറ്റൊരു സിനിമാ ചിത്രീകരണത്തിനിടെ കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴാണ് മണിയമ്പിള്ള രാജുവിന്റെ ഭാഗത്തു നിന്നും ലൈംഗിക അതിക്രമം ഉണ്ടായത് എന്നാണ് ഇവരുടെ ആരോപണം. ഇതെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പോലീസിന് പരാതിയായി നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മൊഴിയെടുക്കുന്നത് തുടരുന്നത്. MLA കൂടിയായ നടൻ മുകേഷിനെതിരെ ഉള്ള ഗുരുതരമായ ആരോപണം. ഇത് പ്രതിപക്ഷമടക്കം വലിയ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനപ്പെട്ട ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നേരത്തെ മുകേഷിന്റെ വിശദീകരണം 2009 വാട്സപ്പിലൂടെ ഇവർ ബന്ധപ്പെട്ടിരുന്നു എന്നതായിരുന്നു. പിന്നീട് വാട്സപ്പ് 2009 വലിയ പ്രചാരത്തിലില്ലായിരുന്നു എന്നതായിരുന്നു വാസ്തവം. ഇതിന് പിന്നാലെ മുകേഷ് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശം മാറ്റുകയും ലാപ്ടോപ്പിലൂടെ ഇമെയിൽ വഴിയോ മറ്റോ അയച്ചു എന്ന തരത്തിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അതിനുശേഷം 2022 ഇവർ പണം ആവശ്യപ്പെട്ട് തന്നെ സമീപിച്ചു എന്നും മുകേഷ് പറയുന്നുണ്ട്. മാത്രവുമല്ല ഇവരുടെ ഭർത്താവും മറ്റൊരു തരത്തിൽ തന്നെ ബന്ധപ്പെട്ടിരുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും പണം നൽകിയിട്ടില്ല എന്നും മുകേഷ് പറയുന്നുണ്ട്. ഇതിൽ കൃത്യമായ ആസൂത്രിതമായ ഒരു നീക്കമാണ്, ഇതിൽ ഗൂഢാലോചനയുണ്ട്, ഇതിൽ മറ്റാരൊക്കെയോ ഇതിന് പിന്നിലുണ്ട് എന്ന ഒരു മറുപടിയാണ്. തുടരുക.